നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ശക്തമായ ഘടകമാണ്. ഈ ആഴ്ച മാർച്ച് 1 മുതൽ 7 വരെ ഗ്രഹനിലകളിൽ ചില പ്രധാന മാറ്റങ്ങൾ സംഭവിക്കുന്നു. സൂര്യൻ, ചൊവ്വ, ബുധൻ, രാഹു കുംഭത്തിൽ, ശുക്രൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നു, വ്യാഴം മിഥുനത്തിൽ തുടരുന്നു, ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹബലം ഓരോ നക്ഷത്രത്തിലും വ്യത്യസ്തമായി ഫലപ്രദമാകും. ഇപ്പോൾ 27 നക്ഷത്രങ്ങളുടെ വാരഫലം വിശദമായി നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ തുടക്കങ്ങളുടെ സമയം. പഴയ ആശയങ്ങൾ വീണ്ടും ഉണരാം. ജോലിയിൽ പുതിയ അവസരം ലഭിക്കാം. എന്നാൽ ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതിനാൽ ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉത്തരവാദിത്വം കൂടും. ജോലി സമ്മർദ്ദം അനുഭവപ്പെടാം. പക്ഷേ നിങ്ങളുടെ മനോബലം ശക്തമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കണം. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങളെ മുന്നോട്ട് നയിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. പുതിയ പദ്ധതികൾ ആലോചിക്കാം. എന്നാൽ വാക്കുകളിൽ ജാഗ്രത വേണം. ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പുരോഗതി കാണാം. ബന്ധങ്ങളിൽ സന്തോഷം വർദ്ധിക്കും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാം. മകയിരം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ചെറിയ ആശങ്കയുണ്ടാകാം. ജോലിയിൽ മാറ്റം ആലോചിക്കാം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അത് മനസ്സിന് ശാന്തി നൽകും. തിരുവാതിര നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആഴ്ചയുടെ അവസാനം കാര്യങ്ങൾ അനുകൂലമാകും. യാത്രകൾ ഗുണകരമാകും. പുണർഥം നക്ഷത്രക്കാർക്ക് പഴയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന സമയം. ബിസിനസ്സിൽ സ്ഥിരത. ദൈവവിശ്വാസം വർദ്ധിക്കും. പൂയം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം ശക്തമാണ്. സാമൂഹിക ബഹുമതി വർദ്ധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം ലഭിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് രഹസ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം. ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുക. മകം നക്ഷത്രക്കാർക്ക് അധികാരപരമായ നേട്ടം. പുതിയ ഉത്തരവാദിത്വം വരാം. ജോലിയിൽ അംഗീകാരം ലഭിക്കും. പൂരം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ വാർത്ത. സൃഷ്ടികരമായ കാര്യങ്ങളിൽ വിജയം. കുടുംബത്തിൽ മംഗളകാര്യ സാധ്യത. ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഗുണം. കുടുംബ ഐക്യം ശക്തമാകും. ആഴ്ച അനുകൂലമായി മാറും. അത്തം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ മാറുന്ന സമയം. മനസ്സിന് ശാന്തി ലഭിക്കും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ചിത്തിര നക്ഷത്രക്കാർ തീരുമാനങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. ആവേശം ഒഴിവാക്കുക. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. ചോതി നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങൾ. ആത്മവിശ്വാസം ഉയരും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത. വിശാഖം നക്ഷത്രക്കാർക്ക് ജോലിയിൽ നേട്ടം. പുതിയ അവസരം ലഭിക്കാം. എന്നാൽ ആരോഗ്യത്തിൽ ജാഗ്രത വേണം. അനിഴം നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ ചെറിയ വർധന. കുടുംബ പിന്തുണ ശക്തമാകും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മനസ്സിലെ സംഘർഷം കുറയും. യാത്ര ഗുണകരമാകും. മൂലം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത മാറ്റങ്ങൾ. ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പൂരാടം നക്ഷത്രക്കാർക്ക് ധൈര്യം ആവശ്യമായ സമയം. ജോലിയിൽ മുന്നേറ്റം. ഉത്രാടം നക്ഷത്രക്കാർക്ക് പുതിയ അവസരം. സാമ്പത്തിക സ്ഥിരത. തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സന്തോഷം. ബിസിനസ്സിൽ ഗുണഫലം. അവിട്ടം നക്ഷത്രക്കാർക്ക് പരിശ്രമത്തിന് ഫലം ലഭിക്കും. ആരോഗ്യത്തിൽ ചെറിയ ജാഗ്രത. ചതയം നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദങ്ങൾ. വ്യവഹാരങ്ങളിൽ ശ്രദ്ധ. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ അവസാനം ഗുണഫലം. മനസ്സിൽ ആശ്വാസം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ്. കുടുംബ ഐക്യം ശക്തമാകും. രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ശുഭഫലങ്ങൾ കൂടുതലാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നല്ല സമയം. ദൈവവിശ്വാസം നിങ്ങളെ ഉയർത്തും. ഇത് പൊതുവായ വാരഫലമാണ്. വ്യക്തിഗത ജാതക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഫലത്തിൽ വ്യത്യാസമുണ്ടായേക്കാം. നിങ്ങളുടെ നക്ഷത്രം കമന്റിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വാരഫലവുമായി വീണ്ടും കാണാം. നമസ്കാരം.